ഹലോ ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ കഞ്ഞിയും പയറുമാണ് വെച്ചത് രാത്രിയിലത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ചുമ്മാ തരാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ കഞ്ഞിയും പയറുമാണ് വെക്കുന്നത്. അതിന് ഒരു ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് പയറും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ഈ അരിയാണെങ്കിൽ അർച്ചന വീട്ടിൽ നിന്ന് ലീവിൻ്റെ പോയിട്ട് വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ അരി ഇടുകയാണ്. നമ്മൾ പഴയ ഓർമ്മകളിലൊക്കെ ഉള്ളതാണ് ഈ കഞ്ഞിയും പയറൊക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് ആ ഒരു നൊസ്റ്റാൾജി ഫീലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ അടുപ്പിട്ടു. ചെറിയ ഉള്ളിയാണെങ്കിൽ അരിഞ്ഞിടുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റ് വരുമെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് സബോള ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് സബോള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതങ്ങ് ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഓർത്ത് ഇരുന്നായിരുന്നു. പക്ഷേ എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു ജിദ്ദയ്ക്ക്. അപ്പോൾ ഞാൻ പേഷ്യൻറ്റിനെ കൂടി ട്രാൻസ്ഫർ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് സെറ്റായില്ല. എനിവേ അവളിരുന്ന് കഴിച്ചു. നമ്മൾ കുക്കറിലാണ്, ചെറിയൊരു കുക്കറായിരുന്നു. അപ്പോൾ ഒരു 4 വിസിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ വെച്ചിരുന്നു. സെറ്റായി. കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്കാണെങ്കിൽ നെല്ലിക്ക ഉപ്പിലിട്ടുകൊണ്ട്, ഇതെല്ലാം അർച്ചന വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ കതിർമാങ്ങ അച്ചാറുണ്ട്, പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ട്, ഉപ്പുമാങ്ങ ഇട്ട ചമ്മന്തി അരച്ചതാണ്. പിന്നെ നല്ല ചുട്ട പപ്പടം, നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലിന് വേണ്ടി ഒരു ചുട്ട പപ്പടമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിച്ചത്. അപ്പം ഇതാണ് ഞങ്ങളുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടി അടിച്ച് പൊട്ടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? ഞങ്ങൾക്കിതിപ്പോൾ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അംഗനവാടി പഠിച്ച സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ കഞ്ഞിയും പയറൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മകൾ, നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെയാണ് വരുന്നത്. എന്തായാലും നല്ലൊരു ഹെൽത്തി ഫുഡാണ്, കാരണം പ്രോട്ടീൻ ആണല്ലോ. അപ്പോൾ എല്ലാവരും കഴിക്കുക, ഫുഡ് ഉണ്ടാക്കുക.